11 റൂൾസ് ഫോർ ലൈഫ്. ആധുനിക ലോകത്തിൽ മനുഷ്യരുടെ ജീവിതം അതിവേഗത്തിലാണ് മുന്നേറുന്നത്. പഠനം, ജോലി, സാമ്പത്തിക സുരക്ഷ, വ്യക്തിപരമായ വിജയങ്ങൾ എന്നിവ നേടാൻ എല്ലാവരും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ തിരക്കിനിടയിൽ പലർക്കും ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കാൻ സഹായിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളും ശീലങ്ങളും പലപ്പോഴും നഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ സന്തോഷവും വിജയവും ഒരുപോലെ നേടാൻ വ്യക്തിക്ക് ചില വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് 11 റൂൾസ് ഫോർ ലൈഫ് എന്ന പുസ്തകം ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യൻ യുവജനങ്ങളെ മുൻനിർത്തി ചേതൻ ഭഗത് എഴുതിയ ഈ കൃതി ജീവിതത്തെ കൂടുതൽ ക്രമബദ്ധവും ലക്ഷ്യബോധമുള്ളതുമായ രീതിയിൽ നയിക്കാൻ സഹായിക്കുന്ന ലളിതമെങ്കിലും ശക്തമായ ആശയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സാധാരണ ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് പ്രായോഗിക പരിഹാരങ്ങൾ നൽകുകയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന 11 പ്രധാന നിയമങ്ങളാണ് ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ നിയമങ്ങൾ വളരെ ലളിതമായി തോന്നുന്നു എങ്കിലും അവയുടെ പ്രാധാന്യം ജീവിതത്തിൽ വലിയതാണ്. ഓരോ നിയമവും മനുഷ്യന്റെ വ്യക്തിത്വ വളർച്ചയ്ക്കും വിജയത്തിനും സഹായിക്കുന്ന അടിസ്ഥാന ചിന്തകളാണ് നൽകുന്നത്. എഴുത്തുകാരൻ സങ്കീർണമായ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നതിനു പകരം സാധാരണ ജീവിതാനുഭവങ്ങളിലൂടെ വായനക്കാരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ പുസ്തകം ഒരു സാധാരണ സ്വയം വികസന പുസ്തകമല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ ബോധപൂർവവും ഉത്തരവാദിത്വപരവുമായ രീതിയിൽ സമീപിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗദർശികയാണ്. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും മാത്രമല്ല, ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ പുസ്തകത്തിലെ ആശയങ്ങൾ പ്രചോദനവും ദിശയും നൽകുന്നു. ഈ പുസ്തകത്തിലെ ഓരോ നിയമവും വ്യക്തിയുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നു. എന്നാൽ ഈ ചെറിയ മാറ്റങ്ങൾ തുടർച്ചയായി നടപ്പിലാക്കിയാൽ അത് വലിയ പുരോഗതിയായി മാറും. 11 റൂൾസ് ഫോർ ലൈഫ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം മാറ്റാൻ വലിയ ചുവടുകൾ ആവശ്യമില്ല, ശരിയായ ശീലങ്ങൾ സ്വീകരിക്കുന്ന ചെറിയ തീരുമാനങ്ങൾ മതി എന്നതാണ്. വിജയം നേടണമെന്നാഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് 11 റൂൾസ് ഫോർ ലൈഫ്. പുസ്തകത്തിന്റെ കഥയിലേക്ക് നേരിട്ട് കടക്കാതെ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ചേതൻ ഭഗത് സമൂഹത്തിലെ സാമ്പത്തിക അസമത്വം വളരെ ലളിതമായി 3 തട്ടുകളായി വിവരിക്കുന്നു. ആദ്യത്തേത്, ലോകത്തിലെ ഏകദേശം 1% ആളുകൾ 90% സമ്പത്ത് കൈവശം വയ്ക്കുന്ന വിഭാഗമാണ്. ഇവർ വലിയ വ്യവസായികൾ, നിക്ഷേപകർ, സാമ്പത്തിക ശക്തി കൈവശമുള്ളവർ എന്നിവരാണ്. സമൂഹത്തിലെ പ്രധാന സാമ്പത്തിക നിയന്ത്രണവും തീരുമാനങ്ങളും ഇവരുടെ കൈകളിലാണ് സാധാരണയായി നിലനിൽക്കുന്നത്. രണ്ടാമത്തെ തട്ട് ഏകദേശം 9% ആളുകൾ ഉൾപ്പെടുന്നതാണ്. ഇവർക്ക് ലോകസമ്പത്തിന്റെ 9% ഭാഗം കൈവശമുണ്ട്. ഇവർ മധ്യവർഗത്തിലേക്കോ ഉയർന്ന മധ്യവർഗത്തിലേക്കോ ഉൾപ്പെടുന്നവരാണ്. സ്ഥിരമായ വരുമാനവും സൗകര്യങ്ങളും ഉള്ളവരാണ്. ഇവർ സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കുമ്പോഴും മുകളിലെ 1% വിഭാഗത്തെ പോലെ വലിയ സ്വാധീന ശക്തി ഉള്ളവരല്ല. മൂന്നാമത്തെ തട്ട് ലോകത്തിലെ ഏകദേശം 90% ആളുകൾ ഉൾപ്പെടുന്നതാണ്. എന്നാൽ അവർക്ക് വെറും 1% സമ്പത്ത് മാത്രമാണ് ലഭിക്കുന്നത്. ഈ വിഭാഗം സാധാരണയായി തൊഴിലാളികൾ, കുറഞ്ഞ വരുമാനമുള്ളവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവരാണ്. ഇവർ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ഈ വിഭജനം സമൂഹത്തിലെ വലിയ സാമ്പത്തിക അസമത്വം വ്യക്തമാക്കുകയും വ്യക്തികൾക്ക് മുന്നേറാൻ കൂടുതൽ ബോധവും പരിശ്രമവും ആവശ്യമാണ് എന്ന സന്ദേശവും നൽകുന്നു. ഈ തട്ടുകളിൽ താഴെ നിന്ന് മുകളിലെത്താനുള്ളതാണ് ഈ 11 നിയമങ്ങൾ. ആദ്യത്തെ നിയമം, നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസിനെ ഒരിക്കലും അവഗണിക്കരുത്. ആരോഗ്യമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. പലരും ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ കരിയർ, പഠനം, പണം, കുടുംബം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. എന്നാൽ ആരോഗ്യത്തെ പലപ്പോഴും പിന്നിലേക്ക് മാറ്റിവെക്കുന്നു. എന്നാൽ ശരീരം നന്നായിരിക്കുമ്പോഴാണ് ജീവിതത്തിലെ മറ്റ് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുക. ഫിറ്റ്നസ് എന്നത് വെറും ശരീര സൗന്ദര്യമല്ല,
അത് ശാരീരികവും മാനസികവും ആയ ആരോഗ്യത്തിന്റെ സംയോജനമാണ്. ശരിയായ ഭക്ഷണം കഴിക്കുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക, മതിയായ ഉറക്കം ഉറപ്പാക്കുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക എന്നിവയെല്ലാം ഫിറ്റ്നസിന്റെ ഭാഗങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതൽ സമയം സ്ക്രീനുകൾക്ക് മുന്നിലാണ് ചെലവഴിക്കുന്നത്. ഓഫീസിൽ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുക, വീട്ടിലെത്തിയാൽ ഫോൺ ഉപയോഗിക്കുക, സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുക എന്നിവ ശരീരത്തെ വളരെ കുറച്ച് മാത്രമേ ചലിപ്പിക്കുന്നുള്ളൂ. ഈ രീതിയിലുള്ള ജീവിതശൈലി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഫിറ്റ്നസ് ഇല്ലായ്മയുടെ ഫലമായി പല യുവാക്കളിലും ഇപ്പോൾ തന്നെ ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. മുമ്പ് ഈ രോഗങ്ങൾ പ്രായമായ ആളുകളിലാണ് കൂടുതലായി കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് യുവാക്കളിലും ഇത് സാധാരണമായി കാണപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ദിവസേന വ്യായാമം നിർബന്ധമാക്കണം. ജിമ്മിൽ പോകുന്നത് മാത്രമല്ല ഫിറ്റ്നസ്. നടക്കുക, ഓടുക, സൈക്കിൾ ഓടിക്കുക, യോഗ ചെയ്യുക തുടങ്ങിയവയും നല്ല വ്യായാമങ്ങളാണ്. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ ശരീരത്തെ ചലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. ഭക്ഷണ രീതിയും വളരെ പ്രധാനമാണ്. ജങ്ക് ഫുഡ്, അമിതമായ പഞ്ചസാര, എണ്ണയേറിയ ഭക്ഷണം എന്നിവ കുറയ്ക്കണം. പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ, ധാന്യങ്ങൾ എന്നിവ അടങ്ങിയ സമതുലിതമായ ഭക്ഷണം കഴിക്കണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ശരിയായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകും. അമിതമായി എണ്ണയുള്ളതും പഞ്ചസാര കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും മതിയായ വെള്ളം കുടിക്കുകയും ചെയ്യണം. സ്ഥിരമായ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യകരമായ ജീവിതശൈലിക്ക് സഹായകരമാണ്. ഉറക്കവും ഫിറ്റ്നസിന്റെ പ്രധാന ഘടകമാണ്. പലരും രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ ക്ഷീണത്തോടെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നു. ദിവസവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ഉറപ്പാക്കണം. മതിയായ ഉറക്കം ശരീരത്തിന് വിശ്രമം നൽകുകയും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം പുതുക്കുകയും ഓർമ്മ, ശ്രദ്ധ, തീരുമാനം, കഴിവുകൾ എന്നിവ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഉറക്കക്കുറവ് ഹൃദ്രോഗം, അമിതവണ്ണം, പ്രമേഹം, മാനസിക സമ്മർദ്ദം എന്നീ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. കൂടാതെ ഉറക്കം ഹോർമോണുകളുടെ ഉൽപാദനം നിയന്ത്രിച്ച് പ്രതിരോധശേഷി വളർത്താനും ശരീരത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയകൾക്ക് സഹായകമാകാനും നിർണായകമാണ്. മതിയായ ഗുണമേന്മയുള്ള ഉറക്കം ഉറപ്പാക്കുന്നത് ആരോഗ്യം നിലനിർത്താനുള്ള അടിസ്ഥാന ആവശ്യമാണ്. ആരോഗ്യത്തെ ഒരു നിക്ഷേപമായി കാണുക. പണം പോലെ തന്നെ ആരോഗ്യവും സംരക്ഷിക്കേണ്ട ഒരു മൂല്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ വിജയത്തിനും സന്തോഷത്തിനും അർത്ഥമില്ല. നിങ്ങൾ യുവാവായിരിക്കുമ്പോൾ തന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ജീവിതത്തിന്റെ പിന്നീട് വരുന്ന ഘട്ടങ്ങൾ കൂടുതൽ സന്തോഷകരമാകും. 2. മാസ്റ്റർ യുവർ ഇമോഷൻസ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ പലപ്പോഴും പുറത്തുള്ള സാഹചര്യങ്ങളല്ല, നമ്മുടെ സ്വന്തം വികാരങ്ങളാണ്. കോപം, അസൂയ, ഭയം, നിരാശ എന്നിവ പോലുള്ള വികാരങ്ങൾ നമ്മെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാം. വികാരങ്ങളെ അടിച്ചമർത്തേണ്ടതില്ല, അവയെ മനസ്സിലാക്കി നിയന്ത്രിക്കാൻ പഠിക്കണം. എന്നാൽ അവയിൽ നമുക്കുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. കോപം ഒരു സാധാരണ വികാരമാണ്. എന്നാൽ കോപം നിയന്ത്രിക്കാൻ കഴിയാത്തവർ പലപ്പോഴും ബന്ധങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുത്തും. ഒരു ചെറിയ പ്രശ്നം പോലും വലിയ തർക്കമായി മാറാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ ചിന്തയും തീരുമാനങ്ങളും പ്രധാനമായും 2 രീതികളിൽ പ്രവർത്തിക്കുന്നു: ഇമോഷണൽ ബ്രെയിനും റാഷണൽ ബ്രെയിനും. ഇമോഷണൽ ബ്രെയിൻ വേഗത്തിൽ പ്രതികരിക്കുകയും ഭയം, സന്തോഷം, കോപം പോലുള്ള വികാരങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും അമിഗ്ദാലയുമായി ബന്ധപ്പെട്ടതാണ്. റാഷണൽ ബ്രെയിൻ ചിന്തിച്ച് വിലയിരുത്തി കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണയായി ഈ 2 ഭാഗങ്ങളും ചേർന്നാണ് മനുഷ്യരുടെ പെരുമാറ്റം രൂപപ്പെടുത്തുന്നത്.
വികാരങ്ങൾ പ്രതികരണങ്ങൾക്ക് വേഗത നൽകുമ്പോൾ റാഷണൽ ബ്രെയിൻ അത് നിയന്ത്രിച്ച് ശരിയായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. അതിനാൽ വികാരങ്ങൾ ഉയരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ കുറച്ചു സമയം കാത്തിരിക്കുന്നതാണ് നല്ലത്. ഇത് പോസ് ആൻഡ് തിങ്ക് എന്ന രീതിയാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയുടെ കാലത്ത് വികാരങ്ങൾ നിയന്ത്രിക്കുക കൂടുതൽ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ വിജയങ്ങളും സന്തോഷകരമായ ജീവിതവും കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ താരതമ്യം ചെയ്യുന്നു. ഇത് നിരാശയും അസൂയയും ഉണ്ടാക്കും. എന്നാൽ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കണം. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ധ്യാനം മനസ്സിനെ ശാന്തമാക്കാൻ ഇത് സഹായിക്കുന്നു. വ്യായാമം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. എഴുത്ത് ചിന്തകൾ എഴുതുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. സംസാരം വിശ്വസ്തരായ ആളുകളോട് സംസാരിക്കുന്നത് മനസ്സിന് സമാധാനം നൽകുന്നു. വികാരങ്ങളെ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കാരണം അവർ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ശാന്തമായും യുക്തിപരമായും പ്രതികരിക്കും. 3. പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾക്ക് മുൻഗണന നൽകുക. ജീവിതത്തിൽ പലരും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം ജീവിതം മറക്കുന്നു. കുടുംബം, സമൂഹം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും നമ്മെ സ്വാധീനിക്കുന്നു. പലർക്കും ഇല്ല അല്ലെങ്കിൽ കഴിയില്ല, അതായത് നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ അവർ സ്വന്തം ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് ദീർഘകാലത്തിൽ അസംതൃപ്തിയും സമ്മർദ്ദവും സൃഷ്ടിക്കും. സ്വയം മുൻഗണന നൽകുക എന്നത് സ്വാർത്ഥതയല്ല. അത് സ്വയം ബഹുമാനം നൽകുകയും സ്വന്തം ജീവിതത്തെ വിലമതിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ സ്വയം സന്തോഷിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിയൂ. ഉദാഹരണത്തിന്, ഒരാൾ തന്റെ ആരോഗ്യം അവഗണിച്ച് കുടുംബത്തിനായി മാത്രം ജോലി ചെയ്താൽ പിന്നീട് അവന് അസുഖം പിടിപെടാം. അപ്പോൾ സ്വന്തം കുടുംബത്തെ അവന് സഹായിക്കാൻ കഴിയില്ല. കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും പലരും മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിക്കുന്നു. എന്നാൽ ജീവിതം നിങ്ങളുടേതാണ്. അതിനാൽ നിങ്ങളുടെ കഴിവുകളും ആഗ്രഹങ്ങളും പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സ്വയം മുൻഗണന നൽകാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സ്വന്തം ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക. സമയം ശരിയായി ക്രമീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ ഇല്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയാൻ പഠിക്കുക. സ്വന്തം ആരോഗ്യം, പഠനം, വളർച്ച എന്നിവയിൽ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ജീവിതത്തിൽ സന്തോഷവും വിജയവും നേടാൻ സ്വയം ബഹുമാനിക്കുന്നതും സ്വയം ശ്രദ്ധിക്കുന്നതും വളരെ പ്രധാനമാണ്. 4. മാസ്റ്റർ സിമ്പിൾ ഇംഗ്ലീഷ്. ലളിതമായ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പഠിക്കുക. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും നേടുന്നതിൽ ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ ഇന്ന് ലോകത്തിന്റെ പ്രധാന ആശയവിനിമയ ഭാഷകളിൽ ഒന്നാണ്. നാം മികച്ച ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല, പക്ഷെ സരളവും വ്യക്തവുമായ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും കഴിയണം. പലർക്കും നല്ല അറിവും കഴിവുമുണ്ടായിട്ടും ഇംഗ്ലീഷിൽ അത് ശരിയായി അവതരിപ്പിക്കാൻ കഴിയാത്തത് ഒരു വലിയ പ്രശ്നമാണ്. ഇതിന്റെ പ്രധാന കാരണം ആത്മവിശ്വാസക്കുറവും ഭാഷാ പരിജ്ഞാനത്തിന്റെ കുറവുമാണ്. അതിനാൽ പലരും ജോലിക്കായുള്ള അഭിമുഖങ്ങളിലും പൊതുജനങ്ങളുമായി സംസാരിക്കുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഭാഷ പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ല, എന്നാൽ അതിന് സ്ഥിരമായ പരിശീലനം ആവശ്യമാണ്. ദിവസേന കുറച്ച് സമയം ഇംഗ്ലീഷ് വായിക്കുക, എഴുതുക, കേൾക്കുക, സംസാരിക്കുക എന്നിവ ചെയ്യുമ്പോൾ പതുക്കെ ഭാഷയിലുള്ള കഴിവ് വർദ്ധിക്കും. ഇംഗ്ലീഷ് പഠിക്കാൻ ചില പ്രായോഗിക മാർഗങ്ങൾ നോക്കാം. വായന. ലളിതമായ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, പത്രങ്ങൾ, ലേഖനങ്ങൾ എന്നിവ വായിക്കുക. കേൾക്കുക. ഇംഗ്ലീഷ് വാർത്തകൾ, പോഡ്കാസ്റ്റുകൾ, വീഡിയോകൾ എന്നിവ കേൾക്കുക. എഴുത്ത്. ചെറിയ കുറിപ്പുകൾ അല്ലെങ്കിൽ ഡയറി ഇംഗ്ലീഷിൽ എഴുതുക. സംസാരിക്കുക. സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുക. പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയം തോന്നും. തെറ്റുകൾ സംഭവിക്കുമോ എന്ന് ആശങ്കയുണ്ടാകും.
എന്നാൽ തെറ്റുകൾ സംഭവിക്കുന്നത് പഠനത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. തെറ്റുകൾ ഭയപ്പെടാതെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ആത്മവിശ്വാസം വളരുന്നത്. വലിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല. ആശയം വ്യക്തമായി പറയാൻ കഴിയുന്നതാണ് പ്രധാനം. ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചാലും വ്യക്തമായി സംസാരിച്ചാൽ അത് വളരെ ഫലപ്രദമായിരിക്കും. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ അത് കരിയറിനും വിദ്യാഭ്യാസത്തിനും വലിയ അവസരങ്ങൾ ഉണ്ടാക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെടാനും പുതിയ അറിവുകൾ നേടാനും ഇത് സഹായിക്കുന്നു. 5. നോ ചീപ്പ് ഡോപ്പമൈൻ. താൽക്കാലിക സന്തോഷങ്ങളുടെ അടിമയാകരുത്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ചീപ്പ് ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ എന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ സന്തോഷം നൽകുന്ന ഒരു രാസവസ്തുവാണ്. എന്നാൽ ഇന്ന് പല കാര്യങ്ങളും വലിയ അധ്വാനം കൂടാതെ വളരെ വേഗത്തിൽ ഈ സന്തോഷം നമുക്ക് നൽകുന്നു. സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിമുകൾ, ഷോർട്ട് വീഡിയോകൾ, ജങ്ക് ഫുഡ് തുടങ്ങിയവ നമുക്ക് ഉടനെ സന്തോഷം നൽകും. എന്നാൽ ഈ സന്തോഷം വളരെ താൽക്കാലികമാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം വരും. ഇത് ഒരു തരത്തിലുള്ള അടിമത്തത്തിലേക്ക് നയിക്കാം. ഉദാഹരണത്തിന്, പലരും ദിവസത്തിൽ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നു. ഇത് സമയം മാത്രമല്ല, ശ്രദ്ധയും ഊർജവും നഷ്ടപ്പെടുത്തുന്നു. ചീപ്പ് ഡോപ്പമൈന്റെ പ്രധാന പ്രശ്നം ഇത് നമ്മെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അകറ്റുന്നു എന്നതാണ്. ചീപ്പ് ഡോപ്പമൈൻ ശീലമായാൽ പഠനം, ജോലി, വ്യായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അവയാണ് ദീർഘകാല നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ചീപ്പ് ഡോപ്പമൈൻ ഒഴിവാക്കാൻ ചില മാർഗങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുക, ഫോൺ ഉപയോഗത്തിന് സമയപരിധി നിശ്ചയിക്കുക, കൂടുതൽ സമയം പഠനത്തിനും വ്യക്തിഗത വളർച്ചയ്ക്കും ചെലവഴിക്കുക, വ്യായാമം, വായന, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുക. ദീർഘകാലത്തിൽ സന്തോഷവും വിജയവും നൽകുന്ന കാര്യങ്ങൾ സാധാരണയായി കൂടുതൽ പരിശ്രമം ആവശ്യപ്പെടും. എന്നാൽ അതിന്റെ ഫലം കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. താൽക്കാലിക സന്തോഷങ്ങളെ വിട്ട് ദീർഘകാല വളർച്ചയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. 6. ചേസ് ദ ഹാർഡ് തിങ്സ്. പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യങ്ങളെ പിന്തുടരുക. മനുഷ്യർ സാധാരണയായി എളുപ്പമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം അവയ്ക്ക് കുറഞ്ഞ പരിശ്രമം മതി. എന്നാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാൻ എളുപ്പമുള്ള വഴികൾ പലപ്പോഴും പോരാതെ വരും. ചേസ് ദ ഹാർഡ് തിങ്സ് എന്നത് ജീവിതത്തിൽ വെല്ലുവിളികളുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന ആശയമാണ്. സുഖകരമായ മേഖലയിൽ, അതായത് കംഫർട്ട് സോണിൽ തുടരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കഠിനമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഭയം, സംശയം, പരാജയം എന്നിവ നേരിടേണ്ടി വരും. പക്ഷേ അതിലൂടെ നമ്മൾ പുതിയ കഴിവുകൾ നേടുകയും ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യും. പുതിയൊരു സ്കിൽ പഠിക്കൽ, വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൽ, അല്ലെങ്കിൽ ഒരു പുതിയ അവസരം സ്വീകരിക്കൽ, ഇവയെല്ലാം ഹാർഡ് തിങ്സ് ആണ്. ഇന്ന് നമ്മൾ പരിശ്രമവും വെല്ലുവിളിയും സ്വീകരിച്ചാൽ നാളെ ജീവിതം കൂടുതൽ സ്ഥിരതയുള്ളതും വിജയകരവുമായിരിക്കും. അതിനാൽ വളർച്ചയും വിജയവും ആഗ്രഹിക്കുന്നവർക്ക് കഠിനമായ വഴികൾ പിന്തുടരേണ്ടത് അനിവാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ ഭയപ്പെടാതെ നേരിടാൻ പഠിക്കണം. കാരണം യഥാർത്ഥ വളർച്ച അവിടെയാണ് നടക്കുന്നത്. ചിലപ്പോൾ പുതിയ അവസരങ്ങൾ ഭയപ്പെടുത്തുന്നതായി തോന്നാം. പുതിയ ജോലി, പുതിയ ബിസിനസ്, പുതിയ കഴിവുകൾ എന്നിവ പഠിക്കുന്നത് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ വെല്ലുവിളികൾ സ്വീകരിക്കുന്നവർക്ക് കൂടുതൽ വളർച്ച ലഭിക്കും. ഹാർഡ് തിങ്സ് പിന്തുടരുന്നത് ചില ഗുണങ്ങളും നൽകുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, പുതിയ കഴിവുകൾ വികസിക്കുന്നു, പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് കൂടുന്നു, വലിയ അവസരങ്ങൾ ലഭിക്കുന്നു. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പരാജയം ഒരു പഠനാവസരമാണ്. ഓരോ പരാജയവും നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. 7. ഈറ്റ് ദ എലിഫന്റ്. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഘട്ടങ്ങളായി പൂർത്തിയാക്കുക. ഹൗ ഡു യു ഈറ്റ് ആൻ എലിഫന്റ്? 1 ബൈറ്റ് അറ്റ് എ ടൈം. അതായത് ഒരു വലിയ കാര്യം ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കാതെ ചെറിയ ഭാഗങ്ങളായി ചെയ്യുമ്പോൾ അത് എളുപ്പമാകും. ജീവിതത്തിൽ പലർക്കും വലിയ ലക്ഷ്യങ്ങളുണ്ടാകും. ഒരു വലിയ പരീക്ഷ പാസ്സാകുക, ഒരു ബിസിനസ് തുടങ്ങുക, ഒരു വലിയ പ്രോജക്റ്റ് പൂർത്തിയാക്കുക എന്നിവ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ വളരെ വലുതായതിനാൽ
പലപ്പോഴും ആളുകൾ തുടങ്ങാൻ പോലും ഭയപ്പെടുന്നു. ഒരു കാര്യത്തിന്റെ വലുപ്പം നമ്മെ ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ അതിന് തുടക്കം കുറിക്കാൻ പോലും മടിക്കും. ചിലപ്പോൾ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന പ്രശ്നത്തിലേക്ക് വീഴും. കാര്യങ്ങൾ പിന്നേക്ക് മാറ്റിവെക്കൽ. ഈ പ്രശ്നത്തിന് പരിഹാരം വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക എന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു വലിയ പരീക്ഷയ്ക്ക് തയ്യാറാകണമെങ്കിൽ മുഴുവൻ സിലബസ് ഒരേ സമയം പഠിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് ദിവസേന പഠിക്കേണ്ട ചെറിയ വിഷയങ്ങളായി വിഭജിച്ചാൽ എളുപ്പമാകും. ഈ രീതിയുടെ പ്രധാന ഗുണങ്ങൾ: വലിയ ലക്ഷ്യങ്ങൾ ഭയപ്പെടുത്തുന്നതായി തോന്നും, എന്നാൽ അത് ചെറിയ ഭാഗങ്ങളാക്കിയാൽ ഭയം കുറയും. സ്ഥിരമായ പുരോഗതി നമുക്ക് നേടാനാകും. പ്രചോദനം നിലനിർത്താനാകും. സമയ നിയന്ത്രണം മെച്ചപ്പെടുത്താം. ഒരു വലിയ ലക്ഷ്യം കൈവരിക്കാൻ ചില ഘട്ടങ്ങൾ പിന്തുടരാം. ലക്ഷ്യം വ്യക്തമായി നിർവചിക്കുക. അത് ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുക. ദിവസേന ചെറിയ പുരോഗതി നേടുക. ഓരോ ഘട്ടവും പൂർത്തിയാക്കിയാൽ അത് ആഘോഷിക്കുക. ഇത് ജീവിതത്തിലെ പല മേഖലകളിലും ഉപയോഗിക്കാം. പഠനം, കരിയർ, ആരോഗ്യപരമായ ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ഈ രീതിയിൽ കൈകാര്യം ചെയ്യാം. ചെറിയ പുരോഗതി പോലും വളരെ പ്രധാനമാണ്. ദിവസേന ചെറിയൊരു പുരോഗതി ഉണ്ടെങ്കിൽ കുറച്ചു കാലത്തിനുള്ളിൽ അത് വലിയ ഫലമായി മാറും. 8. ബി ദ കോക്രോച്ച്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നവരാകുക. കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റ സാധാരണ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയാണ്. എന്നാൽ എഴുത്തുകാരൻ അത് ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നു. കോക്രോച്ച് വളരെ കടുത്ത സാഹചര്യങ്ങളിലും അതിജീവിച്ചു നിലനിൽക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ്. അതുപോലെ തന്നെ മനുഷ്യരും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകണം എന്നതാണ് ഈ ആശയം ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ, നിരാശകൾ എന്നിവ അനിവാര്യമാണ്. പക്ഷേ കോക്രോച്ച് മൈൻഡ്സെറ്റ് ഉള്ളവർ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ തകർന്നു പോകാതെ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ടു പോകും. അവർ സാഹചര്യങ്ങൾ എത്ര മോശമായാലും ഒതുങ്ങിപ്പോകാതെ വഴികൾ കണ്ടെത്തും. ഇതാണ് യഥാർത്ഥ ശക്തി. ഒഴിവാക്കാതെ താങ്ങി നിൽക്കുക. ബുദ്ധിമുട്ടുകൾ വന്നാൽ പിന്മാറുന്നതിനു പകരം സഹിഷ്ണുതയും സ്ഥിരതയും കൈവശം വെച്ച് മുന്നോട്ടു നീങ്ങുക. വിജയിക്കുന്നവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത് കഴിവുകൾ മാത്രമല്ല, ഈ അതിജീവന ശേഷി കൂടിയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പരാജയങ്ങളും ഒഴിവാക്കാൻ സാധ്യമല്ല. പരീക്ഷയിൽ പരാജയം, ജോലി നഷ്ടപ്പെടൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നിവ എല്ലാവർക്കും സംഭവിക്കാം. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ നിന്ന് തിരിച്ചുയരാനുള്ള കഴിവാണ് വിജയികളെ വേറിട്ടു നിർത്തുന്നത്. പലരും ചെറിയ പരാജയങ്ങൾ നേരിടുമ്പോൾ തന്നെ നിരാശപ്പെടുന്നു. അവർ ശ്രമം നിർത്തുന്നു. എന്നാൽ വിജയികളായ ആളുകൾ പലപ്പോഴും നിരവധി പരാജയങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. പരാജയം ഒരു അവസാനമല്ല, അതൊരു പഠനാവസരമാണ്. ഓരോ പരാജയവും നമ്മെ എന്തെങ്കിലും പുതിയ കാര്യം പഠിപ്പിക്കും. ഈ അനുഭവങ്ങൾ ഭാവിയിൽ കൂടുതൽ ശക്തരാകാൻ നമ്മെ സഹായിക്കും. റെസീലിയൻസ് വളർത്താൻ ചില കാര്യങ്ങൾ ചെയ്യാം. പ്രശ്നങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിക്കുക. പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് ചിന്ത വളർത്തുക. സഹായം ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കുക. പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കാൻ അനുവദിക്കരുത്. അവ നിങ്ങളെ ശക്തരാക്കട്ടെ. ജീവിതത്തിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ അവയെ നേരിടാൻ തയ്യാറായാൽ നമ്മൾ കൂടുതൽ ശക്തരാകും. 9. ലേൺ ടു കണക്ട് വിത്ത് പീപ്പിൾ. ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ പഠിക്കുക. മനുഷ്യർ സമൂഹ ജീവികളാണ്. അതിനാൽ ജീവിതത്തിൽ മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ വിജയിക്കാൻ കഴിവും അറിവും മാത്രം മതിയാകില്ല. ആളുകളുമായി നല്ല രീതിയിൽ ഇടപഴകാനും സഹകരിക്കാനും കഴിയണം. പല അവസരങ്ങളും ബന്ധങ്ങളിലൂടെ ലഭിക്കാറുണ്ട്. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പല രീതിയിലും നമുക്ക് സഹായകരമാകും. കരിയറിൽ അവസരങ്ങൾ ലഭിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായം ലഭിക്കും. മാനസിക പിന്തുണ ലഭിക്കും. പുതിയ ആശയങ്ങൾ പഠിക്കാൻ കഴിയും. ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ ചില അടിസ്ഥാന കഴിവുകളും ആവശ്യമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബഹുമാനം കാണിക്കുക. ഓരോരുത്തരെയും ബഹുമാനത്തോടെ സമീപിക്കുക. സഹാനുഭൂതി കാണിക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. സഹകരിക്കുക. ടീമായി പ്രവർത്തിക്കാൻ പഠിക്കുക.
ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ആശയവിനിമയം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് സംസാരിക്കുന്നതിന്റെ പ്രാധാന്യം ഇപ്പോഴും വളരെ കൂടുതലാണ്. നല്ല ബന്ധങ്ങൾ വിശ്വാസത്തിന്മേലാണ് നിർമ്മിക്കപ്പെടുന്നത്. ജീവിതത്തിലെ പല അവസരങ്ങളും ബന്ധങ്ങളിലൂടെ വരുന്നു. നെറ്റ്വർക്കിംഗ് എന്നത് വെറും സ്വാർത്ഥമോഹമായി ആളുകളുമായി ബന്ധപ്പെടുന്നതല്ല, മറിച്ച് യഥാർത്ഥ ബന്ധങ്ങൾ നിർമ്മിക്കുക എന്നതാണ്. നല്ല ബന്ധങ്ങൾ ദീർഘകാലത്തിൽ വ്യക്തി ജീവിതത്തെയും കരിയറിനെയും വളരെയധികം സ്വാധീനിക്കും. 10. ഇറ്റ് ഈസ് മൈ ഫോൾട്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിക്കുക. പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായി സംഭവിക്കുമ്പോൾ ആളുകൾ അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അധ്യാപകനെ കുറ്റപ്പെടുത്താം, ജോലി ലഭിക്കാതിരുന്നാൽ രാജ്യത്തിന്റെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പിന്തുണയില്ലായ്മയെ കുറ്റപ്പെടുത്താം. എന്നാൽ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് യഥാർത്ഥ പരിഹാരത്തിലേക്ക് നയിക്കില്ല. കാരണം പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. ഇത് എന്റെ തെറ്റാണ് എന്ന് സമ്മതിക്കുക പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യരുടെ അഹങ്കാരം അഥവാ ഈഗോ പലപ്പോഴും അത് അനുവദിക്കാറില്ല. എന്നാൽ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ വളരുന്നത്. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അവൻ പല കാരണങ്ങളും പറയും. എന്നാൽ സത്യസന്ധമായി ചിന്തിച്ചാൽ പരീക്ഷയ്ക്കായി മതിയായ തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കാം. ഈ തിരിച്ചറിവുണ്ടായാൽ അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധയോടെ തയ്യാറാകാൻ കഴിയും. ജോലിസ്ഥലത്തും ഈ ആശയം ബാധകമാണ്. ഒരു പ്രോജക്റ്റ് പരാജയപ്പെട്ടാൽ ടീമിലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം സ്വന്തം പങ്ക് പരിശോധിക്കുക. ഞാൻ എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന ചോദ്യം ചോദിക്കുന്നത് വളർച്ചയ്ക്ക് സഹായിക്കും. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ടാകും. അവർ പ്രശ്നങ്ങളെ നേരിടാൻ മടിയില്ലാത്തവരാണ്. അവർ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവരാണ്. അവർ സ്ഥിരമായി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ്. അവർ കൂടുതൽ വിശ്വസ്തരാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ സാധാരണയായി ഒരേ പ്രശ്നങ്ങൾ ആവർത്തിച്ച് നേരിടും. കാരണം അവർ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ പങ്ക് തിരിച്ചറിയുക. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നമ്മെ ശക്തരാക്കുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്. കാരണം അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഭാവിയെ സ്വാധീനിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. 11. ഏൺ, സേവ് ആൻഡ് ഇൻവെസ്റ്റ്. സമ്പാദിക്കുക, സംരക്ഷിക്കുക, നിക്ഷേപിക്കുക. പലർക്കും പണം സമ്പാദിക്കുക പ്രധാനമാണെന്നറിയാം. എന്നാൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ പലർക്കും വ്യക്തമായ ധാരണയില്ല. സ്കൂളുകളിൽ പലപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാറില്ല. അതിനാൽ പലരും ജീവിതത്തിൽ പിന്നീട് മാത്രമാണ് ഇത് പഠിക്കുന്നത്. സാമ്പത്തികമായി സുരക്ഷിതമായ ജീവിതം നയിക്കാൻ 3 കാര്യങ്ങൾ പ്രധാനമാണ്. ഏൺ, സമ്പാദിക്കുക; സേവ്, സംരക്ഷിക്കുക; ഇൻവെസ്റ്റ്, നിക്ഷേപിക്കുക. ആദ്യഘട്ടം പണം സമ്പാദിക്കുകയാണ്. വിദ്യാഭ്യാസം, കഴിവുകൾ, പരിശ്രമം എന്നിവയിലൂടെ ആളുകൾ വരുമാനം നേടുന്നു. എന്നാൽ വരുമാനം ലഭിച്ചതിന് ശേഷം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. പലരും സമ്പാദിക്കുന്നതെല്ലാം ചെലവഴിക്കുന്നു. പുതിയ വസ്തുക്കൾ വാങ്ങുക, വിനോദത്തിനായി പണം ചെലവഴിക്കുക എന്നിവ സാധാരണമാണ്. എന്നാൽ ഇത് ദീർഘകാലത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് സേവിംഗ് എന്ന ശീലം വളരെ പ്രധാനമാകുന്നത്. വരുമാനത്തിന്റെ ഒരു ഭാഗം സ്ഥിരമായി സംരക്ഷിക്കുന്നത് ഭാവിയിൽ സുരക്ഷ നൽകും. അടിയന്തര സാഹചര്യങ്ങളിൽ ഈ പണം സഹായകരമാകും. സേവിംഗ് മാത്രം മതിയാകില്ല. കാരണം പണം ബാങ്കിൽ വെച്ചാൽ അതിന്റെ മൂല്യം കുറഞ്ഞേക്കാം. അതിനാൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ പ്രധാനമാണ്. നിക്ഷേപം എന്നത് പണം വളരാൻ സഹായിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ്, മറ്റു നിക്ഷേപ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കണം. സമ്പത്ത് വളർത്തണം. നിക്ഷേപം ചെയ്യുമ്പോൾ അറിവും ക്ഷമയും ആവശ്യമാണ്. പെട്ടെന്ന് വലിയ ലാഭം നേടാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. ദീർഘകാല നിക്ഷേപമാണ് സാധാരണയായി കൂടുതൽ സുരക്ഷിതമായത്. പണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല. എന്നാൽ സാമ്പത്തിക സുരക്ഷയുണ്ടായാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കുറയും. അതിനാൽ പണം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നത്
വളരെ പ്രധാനമാണ്. 11 റൂൾസ് ഫോർ ലൈഫ് എന്ന ഗ്രന്ഥത്തിൽ ചേതൻ ഭഗത് ജീവിതത്തെ കൂടുതൽ ക്രമബദ്ധമായും ഉത്തരവാദിത്തപരമായും നയിക്കാൻ സഹായിക്കുന്ന 11 ശക്തമായ നിയമങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ആരോഗ്യം സംരക്ഷിക്കൽ, വികാരങ്ങളെ നിയന്ത്രിക്കൽ, സ്വയം മുൻഗണന നൽകൽ, ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കൽ, താൽക്കാലിക സന്തോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ, ബുദ്ധിമുട്ടുള്ള ലക്ഷ്യങ്ങളെ പിന്തുടരൽ തുടങ്ങിയ ചിന്തകൾ വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകമാണ്. സങ്കീർണമായ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാതെ സാധാരണ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന പ്രായോഗികമായ മാർഗങ്ങളാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. ഓരോ നിയമവും വ്യക്തിയെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനും ഉത്തരവാദിത്വമുള്ളവനുമായി രൂപപ്പെടാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായനക്കാരെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും നല്ല ശീലങ്ങൾ വളർത്താനും പ്രചോദിപ്പിക്കുന്നു. ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ പോലും വലിയ വിജയങ്ങളും സന്തോഷവും നേടാൻ കഴിയുമെന്ന് ഈ കൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.